ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വല്യമ്മയുടെ വീട്ടിലേക്ക് ഏട്ടന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്ത് വർക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വരികയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ ആരും നീച്ചിട്ടില്ല, ഞാൻ മാത്രമേ നീച്ചിട്ടുള്ളൂ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്താ പറയുക, ഞാൻ നീച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഉറങ്ങുകയാണ്. പിന്നെ വല്യമ്മ വല്യച്ഛനും നേരത്തെ നീച്ചു കേട്ടോ. അവർ വല്യമ്മ അതാ പോവാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ നിൽക്കുന്നുണ്ട്. വല്യമ്മ ഇപ്പോൾ ഉറക്കത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ നീച്ചു. വല്യച്ഛനും നീച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ നീക്കാറ്. നേരെ 4 മണിക്കോ അങ്ങനെ എത്ര മണിക്കോ നീക്കും. എന്നിട്ടാണ് വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് വല്യമ്മ വർക്കിന് പോകുന്നത് കേട്ടോ. അങ്ങനെ എന്താ വല്യമ്മയുടെ ബസ് വന്നിട്ട് വല്യമ്മ കയറിപ്പോയി. ഞാൻ വിചാരിച്ച് വല്യമ്മ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ആൾ ഉമ്മർത്ത് നിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വല്യമ്മ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മു, അപ്പു, കിച്ചു, തുമ്പി, ഏട്ടനാരും നീച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും ഇനി നീപ്പിക്കണം. ഇപ്പോൾ സമയം ഒരു 6:30 ആ ഒരു ടൈമൊക്കെ തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഈ സമയത്തൊന്നും നീക്കില്ലായിരുന്നു. പക്ഷെ വല്യമ്മ വന്നിട്ട് എന്നെ വിളിച്ചു കേട്ടോ. ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നീച്ചതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ പുറത്ത് വലിയ കാര്യമായിട്ടുള്ള മഞ്ഞും ഒന്നും ഇല്ല കേട്ടോ. മഞ്ഞൊന്നും ഇപ്പോൾ കുറഞ്ഞ് കിടക്കണു. മഞ്ഞൊന്നും ഇല്ല. പിന്നെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് തണുവോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കനാലിൽ വെള്ളമുള്ള കാരണം ചെറിയൊരു തണുവുണ്ട്. ഒട്ടുമില്ല എന്നല്ല കേട്ടോ പറയുന്നത്, ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ എന്താ പൽപ്പൊടി കൊണ്ടാണ് കേട്ടോ ഞാൻ പല്ല് തേക്കാൻ പോണത്. ഞാൻ കുറേ ദിവസം എന്ന് പറഞ്ഞു, കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ കൈ കൊണ്ട് പല്ല് തേക്കാൻ പോകണം കേട്ടോ. കാരണം ബ്രഷൊന്നും ഞാൻ കൊണ്ടുവന്നില്ല കേട്ടോ. എന്താ പറയുക, വീട്ടിൽ നിന്ന് ചളവറയിൽ നിന്ന് വരുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ബ്രഷൊന്നും എടുക്കാറൊന്നുമില്ല. കാരണം എൻ്റെ ബ്രഷ്, ഏട്ടൻ്റെ ബ്രഷ്, എല്ലാം കൂടെ ഒക്കെ ബ്രഷ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുക്കാറില്ല. എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ബ്രഷ് എടുക്കേണ്ട ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. ഇവിടേക്ക് അതായത് വരണമല്ലേ, അപ്പോൾ ബ്രഷ് എടുക്കണം എന്നുള്ളൊരു ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് വന്നു. പിന്നെ ഇപ്പോൾ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് കേട്ടോ. ഇന്നലെ അതേ കൈ കൊണ്ടാണ് തേച്ചത്, ഇന്നും കൈ കൊണ്ട് തന്നെ തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ കൈ കൊണ്ട് തേക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം ആദ്യമൊക്കെ കൈ കൊണ്ട് തന്നെയല്ലേ തേക്കുന്നുണ്ടായിരുന്നത്. പിന്നെ കുറേ കാലത്തിന് ശേഷം പിന്നെ എന്താ പൽപ്പൊടിയാണ് കേട്ടോ എനിക്കിഷ്ടം. പേസ്റ്റ് കൊണ്ടൊന്നും എനിക്ക് കൈ കൊണ്ട് തേക്കണ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് അറപ്പാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒറ്റൊരു ദിവസത്തിന് വേണ്ടി എന്തിനാ പുതിയ ബ്രഷ് മേടിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചത്. പല്ല് തേച്ചത് കേട്ടോ. അങ്ങനെ എന്താ മുടികെട്ടലും ഒക്കെ ഒന്ന് കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് അഴിച്ച് ചീന്തി കെട്ടി കേട്ടോ. അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ വല്യമ്മ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോറ് പിന്നെ വല്യമ്മയ്ക്ക് കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ വെക്കും. ചായ വെച്ചിട്ടുണ്ട്. ചായ കുറച്ചേ ഉള്ളൂ, കുറച്ചുകൂടി വെക്കണം കേട്ടോ, എല്ലാവർക്കും കൂടി തികയില്ല. പിന്നെ നമ്മുടെ സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് വറുത്തിട്ടുണ്ട്, പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാതും കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. ഇനി നമുക്കിത് എടുത്ത് കഴിക്കുക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കിയാൽ മതിയിട്ട് തോന്നുന്നു. അപ്പോൾ പിന്നെ ചോറിനുള്ള കറിയും ആയി, പിന്നെ അതുപോലെ തന്നെ പലഹാരത്തിലേക്കുള്ള കറി ആയല്ലോ, 2 കറി വെക്കണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ വരുമ്പോൾ അതൊക്കെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ ഞങ്ങൾ പുറത്ത് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അകത്ത് കയറിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ നീച്ച് വന്നിടുമ്പോൾ തന്നെ അമ്മാക്കി വിശക്കണേ, പാപ്പ തായോ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ നീച്ച് വന്നിട്ട് നേരെ കപ്പൊക്കെ എടുത്തിട്ട് വെള്ളമാണ് കേട്ടോ മുക്കി കുടിക്കുന്നത്, പച്ചവെള്ളം മുക്കി കുടിക്കാൻ കേട്ടോ. പിന്നെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഏത് വെള്ളം വേണമെങ്കിലും കുടിക്കും കേട്ടോ. പച്ചവെള്ളം വേണം, ചൂടുവെള്ളം വേണം, അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല. ഏത് വെള്ളം വേണമെങ്കിലും കുടിക്കും, ഒരു പ്രശ്നവുമില്ല കേട്ടോ. അതങ്ങനെ ശീലമാകാൻ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതാ നമ്മുടെ തുമ്പിക്കുട്ടി ഉമ്മർത്തേക്കാണ് കേട്ടോ നേരെ പോണത്. ഉമ്മർത്തായിരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് എന്താണെന്നറിയില്ല, രാവിലെ നീച്ചപ്പോൾ തന്നെ വിശപ്പോണ്ട് നീച്ചേക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇഡലിയൊക്കെ പാത്രത്തിൽ ഇട്ടിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, എന്നാൽ നമ്മൾ കാപ്പി എടുത്തിട്ട് ചായ എടുത്തിട്ട് വരാം, പാൽ ചായയാണ് കേട്ടോ, ചായ എടുത്തിട്ട് വരാം, ഞാൻ വെള്ളം കളയുന്നു. അപ്പോൾ അവൾ വെള്ളമൊക്കെ കളഞ്ഞു. അങ്ങനെ ഞാൻ അവൾക്ക് കാപ്പി എന്ന് പറഞ്ഞു കേട്ടോ, ചായ എടുക്കാൻ വേണ്ടി പോയിട്ടോ ഞാൻ അടുക്കളയിലേക്ക്. നമ്മൾ ചായ വെക്കണ ദിവസം എന്താ പറയുക കാപ്പി എന്ന് പറയും, കാപ്പി വെക്കണ ദിവസം ചായ എന്ന് പറയട്ടെ. ഞാൻ എന്താ ചെയ്യുന്നതിനെ കൊണ്ട് അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ചായയൊക്കെ എടുത്തിട്ട് എന്താ പറയുക അവൾക്ക് കൊണ്ടുപോയി കൊടുക്കണുണ്ട് കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവൾ ഈ ഒരു കപ്പിലാണ് കേട്ടോ ചായ കുടിക്കാറുള്ളത്. ഈ കപ്പ് വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം മാറും കേട്ടോ. ആ കപ്പ് പിന്നെ കിട്ടണ വരെ ആൾ കരഞ്ഞും കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പോയാലും അവർക്കൊരു ഫേവറേറ്റ് കപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് രണ്ടുപേരുടെ സ്വഭാവം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഉമ്മർത്ത് തുമ്പിടത്ത് വർത്താനൊക്കെ വന്നിട്ടിരുന്നു കേട്ടോ. ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചായ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതിൽ കുറച്ച് ചായ ഉള്ളൂ, അത് തുമ്പിക്കും കിച്ചുവിനും മാത്രമേ ഉള്ളതുള്ളൂ കേട്ടോ. അവർക്ക് അത് കൊടുക്കാമെന്ന് വെച്ചു. കാരണം അത് അടുപ്പിൻ്റെ അടുത്തിരിക്കണതുകൊണ്ട് വലിയ ചൂടില്ല, ചെറിയ ചൂടേ ഉള്ളൂ. അപ്പോൾ തിളച്ച ചായ ഇവർക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് അത് അവർക്ക് മാറ്റി വെച്ചു. ഇനി കിച്ചുവിനും കൂടി ഉള്ളതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങൾക്കുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു.
എന്താ പറയുക ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇവരേത്ത് കിണങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൂസ് അങ്ങനെ നീച്ച് വന്നിട്ടുണ്ട്, അപ്പു നീച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടത് നീച്ചിട്ടില്ല, അവരൊക്കെ ഇങ്ങനെ കടന്ന് ഉരുണ്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചു ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ മേമേനെ വിളിക്കാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മേമേനെന്നുണ്ടെങ്കിൽ ഒരു ഉറക്കപ്പിശാശാണ് കേട്ടോ. അവൾക്ക് ഉറക്കത്തിൽ നിന്ന് നീക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മടി വേറെ ഇല്ല കേട്ടോ. അല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഉറക്കത്തിൽ നീക്കുക പറഞ്ഞാൽ അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവൾക്ക് കുറച്ചൊരു പ്രത്യേകതയാണ് കേട്ടോ, ഉറങ്ങിയിട്ട് മതിയാവില്ല. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പാവം വെക്കേഷൻ സമയത്തൊക്കെ തന്നെ ഇങ്ങനെ ഉറങ്ങാനൊക്കെ പറ്റുള്ളൂ. ഇനി നാളെ മുതൽ ക്ലാസ് തുടങ്ങുകയല്ലേ. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക 6:30 നേരത്തെ നീക്കും കേട്ടോ. 6:30 ട്യൂഷന് പോവുക, പിന്നെ വൈകുന്നേരം വരിക, വീണ്ടും റിപ്പീറ്റ്, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴൊക്കെ അല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ മിണ്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ കിച്ചു മേമേനെ നീപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വിളിച്ച് നീപ്പിച്ച് നമുക്ക് പുഴയ്ക്ക് പോകണ്ടേ പറഞ്ഞിട്ട് വിളിച്ചവൻ നീപ്പിച്ചു കേട്ടോ, പിടിച്ച് വലിച്ചിട്ട്. അങ്ങനെ ഇതാ നേരെ എന്നിട്ട് അച്ഛനെ വിളിക്കാൻ പോയിട്ടുണ്ട്. അച്ഛന് യാതൊരു കുലുക്കവും ഇല്ല കേട്ടോ. വലിച്ചതാ എവിടെയോ പോയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അച്ഛനെ അവൻ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനെ അതുപോലെ തന്നെ നീക്കുന്നുണ്ട്. കിച്ചു എല്ലാവരും പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. അവൻ നീച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അവൻ വന്ന് നീപ്പിക്കും. അതിൻ്റെ മുന്നേ നമ്മൾ നീക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം വെച്ചിട്ടാണ് ഞാൻ പുറത്ത് വന്നിരുന്നിട്ട് ചായ വെക്കുന്നുണ്ടായിരുന്നെന്ന്. അതാകെ തിളച്ച് പറയാന്നുണ്ടായിരുന്നു. വെല്ലിച്ചൻ വന്നിട്ട് എന്തിനാ വെള്ളം വെച്ചിരിക്കണം, വെള്ളമൊക്കെ നന്നായി തിളച്ച് പറഞ്ഞിട്ടല്ലേ പറഞ്ഞപ്പോഴാണ് അയ്യോ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മ കേട്ടോ എനിക്ക്. അങ്ങനെ നേരെ അടുക്കളയിൽ വന്നിട്ട് മറ്റേ പാൽപ്പൊടി ഉണ്ടല്ലോ, അത് കലക്കിയിട്ടുള്ള ചായയാണ് കേട്ടോ. പാൽ ചായ എന്ന് ഞാൻ പറഞ്ഞാലോ കേട്ടോ, പാല് വാങ്ങിച്ചിട്ടുള്ള ചായ അല്ല കേട്ടോ. ഇവിടെ പാൽപ്പൊടി ചായയാണ് കേട്ടോ മെയിൻ, ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. വലിയമ്മ പാൽപ്പൊടി ചായ തന്നെ വെക്കുള്ളൂ കേട്ടോ. രാവിലെ അതെ രാത്രി വന്നാലും വെക്കും കേട്ടോ. 7 മണിക്കാണ് ഞങ്ങളുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ. അത് കാരണം ഫുഡ് കഴിക്കൽ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്മിയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ചായയും ഒക്കെ നന്നായി തിളച്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പല്ലുതേപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആരും കുളിച്ചിട്ട് നനച്ചിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ സിനിമയും കണ്ടിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക തന്നെയാണ്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ചായയും എല്ലാം കൂട്ടി അടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഏട്ടനും ഞാനിതാ പുറത്തെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക കോലായത്ത് വന്നിട്ടിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിരുന്നു. അങ്ങനെ എന്താ പറയുക ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടി ഞങ്ങളൊരു പിടുത്തം പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോവാണ്, നമ്മുടെ ചളവറയ്ക്ക് പോവും. അപ്പു നേരെ ചേലക്കോട്ടയ്ക്കും പോവും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പുഴയിലേക്ക് ഒന്നും കൂടി പോയിട്ട് ആർമാദിക്കണം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തീരെയും കൂടിയാണ് കേട്ടോ. എന്നിട്ട് വേണ്ടത് കഴിച്ചിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. കഴിച്ച പാടെ ഞങ്ങൾക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം വെയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പുഴയുടെ അവിടെ നിൽക്കാൻ പറ്റില്ല, മണലല്ലേ. മണൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കപ്പുറത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, വെയിൽ ചൂടാകുമ്പോഴത്തേനും ഇങ്ങോട്ട് പോയി തിരിച്ച് വരണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ലെവൽ മാറുമൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താക്കി ഇച്ചുവിനും തുമ്പിക്കും ഒക്കെ എന്താ പറയുക ഇഡലി വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. തുമ്പിക്കുട്ടി നേരത്തെ കഴിച്ചില്ല കേട്ടോ. അവൾ കുറച്ച് കഴിച്ച് അതിൽ ചായയും കൂടെ ഒഴിച്ച് വെച്ചു, പിന്നെ അവൾ കളഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതാ പുഴയ്ക്ക് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ നല്ല രസമായിരുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നല്ല കാറ്റുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ. വലിയ മഞ്ഞോ തണുപ്പോ അങ്ങനത്തതൊന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പൊക്കെ ക്രിസ്മസോട് കൂടെ തണുപ്പൊക്കെ പോയിട്ടോ. അതിൻ്റെ 2-3 ദിവസം മുന്നെയാണ് തണുപ്പൊക്കെ ഉണ്ടായിരുന്നത്. നല്ല തണുവുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഒട്ടും ഇല്ലെന്നല്ല, ചെറുതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുവ് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഓവറായിട്ടുള്ള തണുപ്പൊന്നുമല്ല. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നല്ല കാറ്റ് കേട്ടോ. ഇന്നത്തെ ദിവസം ഫുൾ കാറ്റാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇന്നലെ ഒന്നും അത്ര കാറ്റുണ്ടായിരുന്നില്ല, ഇന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ. എന്നത്തേനേക്കാൾ കൂടുതലും കാറ്റുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാറ്റും ഇല്ല വെയിലും ഇല്ല ചൂടും ഇല്ല പറഞ്ഞാൽ ഞങ്ങൾ പോവാണ് കേട്ടോ പുഴയ്ക്ക്. അയ്യോ ഒന്നും കൂടി അല്ലേ പറ്റുള്ളൂ. ഇനി ഞങ്ങൾക്ക് എപ്പോഴാണ് പറ്റുകയെന്നറിയോ, മാർച്ചിലാണ് ഞങ്ങൾ ഇനി വരുള്ളൂ. മാർച്ച് 3-ാം തീയതി ഇവിടുത്തെ പൂരാണ് കേട്ടോ, വാഴലിക്കാവ് പൂരാണ്. അപ്പം അന്നാണ് ഞങ്ങൾ ഇനി വരുള്ളൂ. അപ്പം അതുവരയ്ക്ക് എന്താ പറയുക, നമ്മളവിടെ ഈ പുഴയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. കുളമൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ കുളത്തേക്ക് ഒന്നും പോയിട്ട് നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ വീഡിയോയിൽ ഇടാറുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുളത്ത് പോയിട്ട് കുളിക്കുക. എനിക്ക് പേടിയാണ് കേട്ടോ, കുളമൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. പുഴയപ്പോൾ ഒരു പേടിയില്ല. അപ്പോൾ അമ്മയാണ് കേട്ടോ വീഡിയോ എടുക്കണ ആൾ. അപ്പോൾ അവർ പമ്പ് ഹൗസിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങോട്ട് കയറിയൊന്നുമില്ല. നമ്മൾ കുറേ കയറിയിട്ട് കണ്ടിട്ടുള്ള കാരണം എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നിയില്ല കേട്ടോ. അങ്ങനെ അവിടെ കയറി അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് മേലെ നിന്ന് നോക്കിയപ്പോൾ താഴേക്ക് ഇവിടെ കുറേ കല്ലൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിറച്ചും മീൻ കണ്ടു കേട്ടോ. വലിയ മീനും ചെറിയ മീനും. അപ്പോൾ ഏട്ടൻ എന്താ ചെയ്ത് വെച്ചിട്ടാ, അപ്പൂനെ വിട്ടിട്ട് ഈരയും കൊളുത്തും ഒക്കെ വാങ്ങിപ്പിച്ചിട്ട് കടയിൽ പോയിട്ട്
വാങ്ങിപ്പിച്ചിട്ട് അവർ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഏട്ടൻ ചൂണ്ടയൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് എന്നല്ലാതെ ഇല്ല കേട്ടോ. അയ്യോ അതാ വിറ്റിട്ടോ. ഇര ഒന്നും കിട്ടി, 1-2 കിട്ടിയുള്ളൂ കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ കൊത്തണുണ്ടായിരുന്നില്ല മീനുകൾക്ക് ഇവരുടെ സൂത്രമൊക്കെ മനസ്സിലായുണ്ട്. മീൻ ഒരൊറ്റെണ്ണം കൊത്തണില്ല കേട്ടോ. അങ്ങനെ അവസാനം എന്താ പറയുക, ഏട്ടൻ അവിടെ ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നല്ല, വെറുതെ സമയം കളയാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്നല്ലാതെ ഒന്നും കൊത്തിന് കാണില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവരുടെ അത് വീഡിയോ എടുത്ത് നിന്നാൽ ശരിയാവില്ലല്ലോ, നമുക്ക് അവിടെ പണിയുണ്ട്, തിരുമ്പാനുള്ള തുണികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാനിവിടെ പോകുന്നു കേട്ടോ. മീൻ ഏതായാലും കൊത്തുന്ന കാണല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞു കേട്ടോ, എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഒരു മീനേന് കൊത്തു ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എവിടെ നിന്ന് കൊത്തണ്ടേ. അങ്ങനെ ഞാനിവിടെ പുഴയിൽ ഇറങ്ങിയിട്ട് തിരുമ്പാനുള്ള തുണികൾ അധികമൊന്നും ഇല്ല. ഞങ്ങളുടെ 2-3 പിന്നെ അല്ലേ എൻ്റെ ഒന്നും അധികം ഇല്ല കേട്ടോ. കുട്ടികളുടെ കുറച്ച് 2 ജോഡി, പിന്നെ വെല്ലിമ്മയുടെ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഓവറായിട്ടൊന്നും തിരുമ്പാനൊന്നുമില്ല. വെല്ലിമ്മ വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ തുണികളൊക്കെ വെല്ലിമ്മ തിരുമ്പിയിടാറുണ്ട് കേട്ടോ. വെല്ലിമ്മ ഇട്ടിട്ട് പോയതും ഒക്കെ ഇടാറുണ്ട്, തിരുമ്പിയിടാറുണ്ട് കേട്ടോ. പിന്നെ അത് രാത്രി ഇട്ടിട്ടുണ്ടാകുന്ന ഡ്രസ്സ് മാത്രമാണ് വെല്ലിമ്മ അവിടെ ഇട്ടിട്ട് വരാറുള്ളൂ. അത് ഞാൻ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അല്ലാതെ കൂടുതലൊന്നും തിരുമ്പാനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അധികം പണികളൊന്നും ഉണ്ടാവില്ല. എന്താ ഇനി നാളെ മുതലായിട്ട് തുടങ്ങും പിന്നെ പണികൾ. നാളെ മുതൽ ഇന്ന് വീട്ടിലേക്ക് പോകണല്ലോ, അപ്പോൾ നാളെ മുതൽ നമ്മുടെ അവിടുത്തെ പണികളായിരിക്കും ഇനി. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക, പിന്നെ അത് മാത്രമല്ല കേട്ടോ, പുഴയിൽ തിരുമ്പാനും നല്ല സുഖമല്ലേ. ഇങ്ങനെ ഒഴുക്ക് വെള്ളമായ കാരണം കൊണ്ട് തന്നെ തിരുമ്പാനാണെങ്കിലും ഉരുപ്പിഴിയാനാണെങ്കിലും ഒക്കെ നല്ല സുഖമല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്ന് തിരുമ്പാനൊക്കെ. പക്ഷേ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബക്കറ്റിൽ ഓവർ തുണികൾ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ആരും പിടിക്കില്ല, ഞാൻ തന്നെ പിടിക്കണം കേട്ടോ, ഒരാളും പിടിക്കില്ല കേട്ടോ. അപ്പോൾ തുണികൾ ഇങ്ങോട്ട് എടുത്തിട്ട് വരേണ്ട പോലെയല്ല, അങ്ങോട്ട് എടുത്തിട്ട് പോകുമ്പോൾ ഉണ്ടാവുക. അങ്ങോട്ട് നനഞ്ഞിട്ട് എടുത്തിട്ട് പോകുമ്പോൾ ഒടുക്കത്തെ കനയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കാരണം അധികം തുണികളായിട്ട് വരാനും പറ്റില്ല കേട്ടോ, ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വല്യമ്മ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ വല്യമ്മയ്ക്ക് തീരെ പറ്റാത്ത കാരണം കൊണ്ട് ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല കേട്ടോ ആള്. അങ്ങനെ കിച്ചണിൽ ഞാൻ നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തേക്ക് ഇറക്കി കേട്ടോ. അപ്പോൾ നനച്ച് കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ കിടുകിടാന്ന് വിറയ്ക്കാൻ തുടങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട്, ഞാൻ പറഞ്ഞില്ല നല്ല കാറ്റുണ്ടെന്ന്. അപ്പോൾ പുഴയിൽ നനഞ്ഞ് കഴിഞ്ഞിട്ട് നീച്ച് കരയ്ക്കാൻ ഭാഗത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വിറയലായിരിക്കും. കാരണം ഒടുക്കത്തെ തണുവാണ് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു തണുവില്ല, പക്ഷെ കാറ്റിങ്ങനെ നിർത്താതെ വീശിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ പുഴയുടെ ഭാഗമൊക്കെ നല്ല കാറ്റുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുക്കൂട്ടോ. നമ്മൾ വെള്ളത്തിലേ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കാറ്റും അറിയില്ല, വെയിലും അറിയില്ല, ചൂടും അറിയില്ല, ഒന്നും അറിയില്ല കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വെള്ളത്തിൽ തകർത്തും കൊണ്ടിരിക്കാനുണ്ടോ. പിന്നെ അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള വെള്ളമൊന്നും ഇല്ല, കുറച്ച് വെള്ളമുള്ളൂ. കണ്ടില്ലേ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഇത്രയും വെള്ളമുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മുങ്ങിപ്പോകാനുള്ള വെള്ളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ധൈര്യത്തിൽ കളിക്കുക. അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഞങ്ങളുടെ കളിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാനുണ്ട്. കാരണം അവിടേക്ക് അവൻ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിന് ഒഴുക്കുണ്ട്, നല്ല ഒഴുക്കല്ല, പക്ഷെ കുട്ടികൾക്ക് പറ്റില്ല, ഇവനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ ഞങ്ങൾ ഓർത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനൊക്കെ വീഴും, ഒഴുക്കിൻ്റെ ഒരു അതിലിങ്ങനെ വീഴും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവൻ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. ഞാൻ അവനടുത്ത് പറയുന്നുണ്ട്, പൊന്നി അവിടെ ഇരിക്കടാ, അല്ലെങ്കിൽ നിനക്ക് തണുക്കുള്ള വെള്ളത്തിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഞങ്ങളെ നോക്കിയിട്ട് ഞങ്ങൾ കാണിക്കാൻ ഓരോ വിക്രസോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എത്ര വലിയ ആളുകളാണെങ്കിലും എത്ര വയസ്സായ ആളുകളാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ കുട്ടി ഉണ്ടല്ലോ, ഞാൻ അന്ന് പറഞ്ഞില്ല നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടെന്ന്, ആ കുട്ടിയുടെ പുറത്തേക്ക് ചാടും കേട്ടോ. ഈശ്വര ഞാനൊക്കെ എന്തുമാതിരി കളിക്കണ്ടെന്ന് വെച്ചിട്ടാണെന്നറിയോ, നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത ഭാഗങ്ങളും കൂടി ഉണ്ടല്ലോ. നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഇത്ര മിനിറ്റിൻ്റെ വീഡിയോ, അതിലുള്ള ഭാഗം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, അല്ലാത്ത ഭാഗങ്ങളും നിങ്ങൾ കാണുന്നില്ലല്ലോ. അയ്യോ അങ്ങനെയൊന്നും ഉണ്ടോ, വിറ്റായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ മണലിൽ കൂടെ അങ്ങനെ നടക്കുമ്പോഴൊക്കെ കാലിൽ മണൽ കുത്തിയിട്ടും അങ്ങനെ കല്ല് പോലെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുത്തിയിട്ടൊക്കെ ആകെ മുറിയായിട്ടും എന്താ പറയുക, വെള്ളത്തിലിരിക്കുമ്പോൾ നമുക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ വെള്ളത്തിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കയറിയപ്പോൾ പിന്നെ അവിടെ ഒക്കെ നീറാൻ തുടങ്ങി, കയ്യിലും കാലിലൊക്കെ മുട്ടിലും ഒക്കെ നീറാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ കോറിയിട്ട് എന്താ പറയുക, ഈ മണലിൽ കൂടെ കടന്ന് ഒരഞ്ഞിട്ട് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായി കേട്ടോ. അത് മാത്രമേ ഉണ്ടാവാറുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കുറേ മുങ്ങണുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയില്ല ഇതെങ്ങനെ പറയണ്ട, എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ തന്നെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ജലഭൂതങ്ങളാണ് കേട്ടോ. ആർക്കാ വെള്ളം ഇഷ്ടമല്ലാത്ത, ഇതുപോലെ പുഴയൊക്കെ അടുത്തുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോവാതിരിക്കില്ലല്ലോ. അപ്പോൾ അതൊരു വേറൊരു രസം, അതൊരു വേറൊരു വൈബാണല്ലോ. നമ്മുടെ ആ ഭാഗത്ത് ഈ പുഴ എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത കാരണം കൊണ്ട്, നമ്മുടെ പുഴ എന്ന് പറഞ്ഞ സാധനം ഇല്ലാന്നല്ല, പുഴയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ആ പരിസരത്ത് കൂടെ ഇതുപോലെ ഒഴുകണില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾക്കത് എന്താ, ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഇതുണ്ടാവില്ല. കാരണം
എന്താ പറയുക, നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് വലിയ എന്താ പറയുക ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. വല്ലപ്പോഴും വന്നു അങ്ങനെയൊക്കെ അല്ലേ. എൻ്റെ വല്യമ്മേൻ്റെ എക്സാമ്പിൾ, എന്താ പറയുക, വല്യമ്മയൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ അതൊരു നല്ലൊരു സന്തോഷം തന്നെയാണല്ലോ. അങ്ങനെയാട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്താ കിച്ചുവിനെ ഏട്ടന് വന്നോട്ടെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടനടക്കം ഞങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ല രസമായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ കിച്ചുവിനെ എടുത്ത് ചാടിക്കലുണ്ട് കേട്ടോ. കിച്ചുവിനാണെങ്കിൽ അച്ഛൻ വന്നപ്പോൾ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടോ. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടീൻ്റെ ഈ ഭാഗത്ത് കാണാത്തെന്നാ അറിയോ, അവൾക്ക് പേടിയുണ്ട് കേട്ടോ വെള്ളത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ അവളെ കുളിപ്പിച്ചിട്ട് മേലേക്ക് അവിടെ തണലത്തേക്ക് ഇരുത്തിയേക്കാണ് കേട്ടോ. ആളവിടെ ഫോണിൽ കളിയാണ് കേട്ടോ, പൊരിഞ്ഞ ഫോണിൽ കളിയാണ് കേട്ടോ. അവൾക്ക് വെള്ളം വേണ്ട, കളിയും വേണ്ട, ഒന്നും വേണ്ട. അവൾക്ക് പേടിയിട്ട് ഇതുപോലെയുള്ള വെള്ളം കാണുന്നത് നല്ല പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവളെ ഇറങ്ങാത്തത്. അവളെ പോയി കുളിപ്പിച്ച് കയറ്റി. കാരണം കുളിപ്പിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തണുത്തിട്ട് ആൾ അവിടെ ഇങ്ങനെ ഇരിക്കില്ല. അപ്പോൾ വേഗം കുളിപ്പിച്ച് കയറ്റി. എന്നിട്ട് അവളവിടെ ഫോണിലും കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവളെ ഈ ഒരു സീനിലൊന്നും കാണാത്തത്. നമ്മുടെ കിച്ചു നനഞ്ഞു കുളിച്ചിട്ട് അവനെപ്പോൾ കയറ്റി കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവൻ വീണ്ടും വെള്ളത്തേക്ക് ഇറങ്ങിയാലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവനെ കയറ്റിയില്ല. പിന്നെ ഞാൻ തുണികൾ തിരുമ്പിയുണ്ടല്ലോ, ആ തിരുമ്പിയ തുണികൾ കിച്ചുവിന് കുട്ടികളുടെയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഉണങ്ങിയിട്ട് വേണം, മണലിൽ വിരിച്ചിട്ടിരിക്കാണ് കേട്ടോ. നല്ല വെയിലുള്ള കാരണം വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ വിരിച്ചിട്ടിരിക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ട് വേണം കിച്ചുവിന് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ നോക്കിയൊക്കെ ഇവിടെ സർക്കസ് കളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഏട്ടൻ ബെൽറ്റ് അടിച്ച് കാണിച്ചിട്ടുണ്ട്. ഏട്ടൻ ബെൽറ്റ് അടിച്ചു കേട്ടോ. ഇതല്ല കേട്ടോ ബെൽറ്റ് അടിച്ച് കാണിച്ചിട്ടോ. അപ്പോൾ ഏട്ടൻ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതുപോലുള്ള സർക്കസുകളൊക്കെ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഏട്ടനൊന്നും വെയ്ക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം വയസ്സായല്ലോ. അപ്പോൾ അത് കാരണം വെയ്ക്കണില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഇതാ എന്താ പറയുക, ഞങ്ങളുടെ കുളി കാര്യങ്ങളൊന്നും കേട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മെല്ലെ അവിടെ നിന്ന് കയറാനുള്ളൊരു പ്ലാനിങ്ങിലായിട്ടോ. അങ്ങനെ ഇതാ വീടൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എന്താ ഫുഡ് കഴിക്കലും ഒടുക്കത്തെ വിശപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പൂ ഇതാ കണ്ടോ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ് കേട്ടോ. കാരണം 1:45 അല്ല 2:15 അവർക്ക് ബസ്സുള്ള ചേലക്കരയ്ക്ക്. അപ്പോൾ അവർ 1:45 ഇവിടെ ഇറങ്ങിയാലാണ് 2 മണി 2:15 ആകുമ്പോഴത്തേക്കും തോൾപ്പാട സെൻറ്ററിൽ എത്തുള്ളൂ കേട്ടോ. കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളും ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം ഞങ്ങളും പോവുകയാണ് ചളവറക്കി. എന്താ ഞങ്ങൾക്ക് പോകണമല്ലോ, എന്തായാലും പോയതിനല്ലേ പറ്റുള്ളൂ. നാളെ സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ നാളെ പോക്ക് നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇന്ന് പോവാണ് കേട്ടോ. അപ്പോൾ വെല്ലിച്ച അവനെ കൊണ്ടാക്കണ്ട്. ഞാൻ ഏട്ടനടുത്ത് പറഞ്ഞു കേട്ടോ, ഒന്ന് അവനെ കൊണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നല്ല വെയിലല്ലേ, അതുവരെ നടന്ന് പോകണ്ടേ. അപ്പോൾ വെല്ലിച്ചൻ പറഞ്ഞു ഞാൻ പോകണ്ട അവരുടെ അപ്പം പറഞ്ഞിട്ട് വെല്ലിച്ചനും പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ വെല്ലിച്ചൻ കൊണ്ടായിക്കോട്ടെ, നമുക്കെന്നാൽ മെല്ലെ തീരെ പോവാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കിച്ചും തുമ്പിക്കൊക്കെ അപ്പൂ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. പാവട്ടോ, സങ്കടമൊക്കെ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, ഇത്രയും ദിവസം നമ്മൾ അവിടെ അടിച്ചു വിളിക്കല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ ഒരു സങ്കടം അവർക്കും ഉണ്ടാവും. അങ്ങനെ കിച്ചും തുമ്പിയും ഒക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരിറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ അവർ ടാറ്റ ബൈ ബൈയും ഒക്കെ പറഞ്ഞിട്ട് അവർ പോയിട്ടോ. ഞങ്ങളും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ചളവറ നമ്മുടെ വീടെത്താറായിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ അത്രയും വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ദിവസം പറയുമ്പോൾ അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇനി നാളെ മുതൽ നമ്മുടെ വർക്കും ജോലികളും ഒക്കെ തുടങ്ങുകയാണ് കേട്ടോ. വീണ്ടും നമ്മുടെ പണ്ടത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.